മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന് പറഞ്ഞിട്ട് 2012 മുതൽ പുതിയ ഡാമിൻ്റെ കഥ കേൾക്കുന്നു. 2012 പോയതിനു ശേഷം 22, 4, 26, 14 വർഷമായി പുതിയ ഡാമിൻ്റെ സജീവ കാര്യം കേൾക്കുന്നു. എന്നാൽ 30 വർഷമായി പുതിയ ഡാം എന്ന ആശയം മുന്നോട്ട് വച്ചിട്ട് കുറച്ചുകൂടെ പിറകിലോട്ട് പിടിച്ചാൽ 1969 സെക്രട്ടറി ആയിരുന്ന ജലവകുപ്പ് സെക്രട്ടറി ആയിരുന്ന തോമസ്, ഒരു മലയാളി തന്നെയായിരുന്നു മിസ്റ്റർ തോമസ്, വന്നിട്ട് അന്ന് ഗുജറാത്തിലെ മാർവി എന്ന് പറയുന്ന ഒരു ഡാം തകർന്നപ്പോൾ കേരളത്തിലെ ഒരു ഡാമും മോർവി ഡാമിനനുസരിച്ച് കേരളത്തിലൊരു ജലബോംബ് ഇരിപ്പുണ്ട് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് സഖ്യ മലകളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് മലയാള മനോരമ ചെയ്ത ഒരു വാർത്തയുടെ ഫലമായി അന്നത്തെ ജലവിഭവ സെക്രട്ടറി വന്ന് പരിശോധിക്കുകയും പുതിയ ഡാം എന്നൊരു സങ്കല്പം വയ്ക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ 69, 70, 30, 60 വർഷത്തിൽ കൂടുതൽ, 66, 67 വർഷമായി പുതിയ ഡാം എന്ന സങ്കല്പം കിടന്നോടുന്നു. പക്ഷേ ആശയതലത്തിൽ നിന്ന് മാറി കുറച്ചുകൂടി സൈദ്ധാന്തിക തലം വിട്ട് പ്രായോഗിക തലത്തിലേക്ക് വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ 12, 14 വർഷങ്ങളിലൊക്കെയാണ്, 2012, 2014 ഇത് സജീവമായത്. പക്ഷേ ഇതുവരെ തമിഴ്നാട് അതിനകത്തൊരു പിടിയും തന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നലെ നടന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം, ചെന്നൈയിൽ വെച്ച് നടന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അസന്നിഗ്ധമായി തമിഴ്നാട് ഇലക്ട്രിസിറ്റി മന്ത്രി പറഞ്ഞത്, സുപ്രീം കോടതിയും വിദഗ്ധ സമിതിയും മുല്ലപ്പെരിയാർ ഡാം ശക്തമാണ്, ഉറപ്പുള്ളതാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിലവിലുള്ള 136 അടിയിൽ നിന്ന് 142 വരെ ഉയർത്താൻ സുപ്രീം കോടതി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളമില്ല, നീരൊഴുക്കുണ്ടെങ്കിലേ ഉയരുകയുള്ളൂ. അതേസമയം 152 അടി വരെ ഉയർത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തും എന്ന് നാഗരാജ, അതായത് തമിഴ്നാട്ടിലെ വൈദ്യുത മന്ത്രി ഇങ്ങനെ പ്രസ്താവിച്ചു. പക്ഷേ ആ യോഗത്തിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പറഞ്ഞത്, പുതിയ ഡാം കെട്ടിത്തരാം, അതിൻ്റെ മുഴുവൻ ചെലവും കേരളം നിർവഹിക്കാം, എവിടെയാണ് ഈ കാട്ടിനകത്ത് ജോയിൻ്റായിട്ടൊരു സർവേ നടത്തി തമിഴ്നാട് പറയുന്ന സ്ഥലത്ത് ഡാം കെട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും വളരെ കൃത്യമായി അത് നടന്നിട്ടില്ല. നടക്കുന്ന കാര്യത്തിൽ ഒരു പ്രയാസവും വരും. കാരണം ഡാം പുതിയത് വേണ്ട എന്നുള്ള കൺസെപ്റ്റിലാണ് തമിഴ്നാട് നിൽക്കുന്നത്. പക്ഷേ കേരളത്തിന് പുതിയ ഡാം വേണം. ഇതിനിടയിലാണ് ടണൽ എന്നൊരു പ്രഖ്യാപനവുമായി ഒരു വിഭാഗം ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ടണലാണോ ഡാമാണോ എന്നൊക്കെ ഉള്ളത് നിൽക്കുമ്പോൾ തന്നെ പുതിയ ഡാം വന്നാൽ പുതിയ കരാറല്ലേ എന്നൊരു ചോദ്യം കൃത്യമായി അതിൻ്റെ കൂടെ നിൽക്കുന്നു. അതാണോ? അങ്ങനെ പുതിയ കരാറാണെങ്കിൽ അതെത്ര വർഷത്തേക്ക് എന്നുള്ളതൊരു ചോദ്യമുണ്ട്. 999 വർഷത്തേക്ക് എഴുതിയ കരാർ 130 വർഷം കഴിയുമ്പോൾ ഇനി 769 വർഷത്തേക്ക് കൂടി കരാർ എഴുതുമോ? അങ്ങനെ എഴുതാൻ ഏത് എഞ്ചിനീയറാണ്, ഏത് ചീഫ് എഞ്ചിനീയറാണ്, ഏത് സാങ്കേതിക വിദഗ്ധനാണ് പറയുന്നത് ഒരു ഡാമും കെട്ടിയിട്ട് അതിന് 769 വർഷത്തേക്ക് കരാർ കൊടുത്തോളൂ എന്ന് പറയാൻ ധൈര്യം ഏത് എഞ്ചിനീയർക്കാണുള്ളത്? അപ്പോൾ ആ അടുത്ത ഡാമിൻ്റെ ആയുസ് 100 വർഷമാണെങ്കിൽ ഈ 999 എന്നുള്ളത് കട്ട് ചെയ്ത് 100 വർഷമാകില്ലേ എന്നൊരു ഭയം തമിഴ്നാട്ടിന് കിടപ്പുണ്ട്. അതാണ് അവർ ഈ പിടിതരാതെ നടക്കുന്ന ഒരു കാരണം. പിന്നെ താരിഫ് കൂട്ടുമോ എന്നുള്ളൊരു സംശയവും തമിഴ്നാടിനുണ്ട്. പുതിയ ഡാം, പുതിയ കരാർ, പുതിയ താരിഫ് എന്ന് വന്നാൽ തമിഴ്നാടിന് കച്ചവടം നഷ്ടമാകും. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് ഉരുട്ടി ഇതിനകത്ത് മറ്റൊന്നും പറയാതിരിക്കുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു 5-6 ജില്ലകളിലെ 4-5 ജില്ലകളിലെ 10-35 ലക്ഷം ആളുകളുടെ ജീവൻ്റെ ഭീഷണിയും ആശങ്കയുമുള്ള വിഷയമായതിനാൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇതിനകത്ത് ഇടപെടണം. ഇതിൽ ബന്ധപ്പെട്ട രീതിയിൽ കേന്ദ്ര സർക്കാർ ഇതിനെ കൊണ്ടുപോകാൻ ശക്തമായി ശ്രമിക്കണം. പ്രത്യേകിച്ച് സെൻട്രൽ വാട്ടർ കമ്മീഷനും അതുപോലെ തന്നെ അതുപോലെ പ്രധാനമാണ് ഡാം സേഫ്റ്റി അതോറിറ്റിയും. പിന്നെ സുപ്രീം കോടതിയിലെ വിധിയുണ്ട്. സുപ്രീം കോടതിയിലെ ഒരു സ്വതന്ത്ര കമ്മീഷനെ വെച്ച് അന്വേഷിക്കണമെന്നുള്ള, കമ്മിറ്റി വെച്ച് അന്വേഷിക്കണമെന്നുള്ള, അല്ലെങ്കിൽ പഠനം നടത്തണമെന്നുള്ള സുപ്രീം കോടതി വിധിയുണ്ട്. ഡാം സേഫ്റ്റി അതോറിറ്റി ഇതിനകത്ത് കാര്യങ്ങളിൽ ഇടപെടണം എന്നുള്ള വിധിയുണ്ട്. പക്ഷേ അതൊന്നും സമ്പൂർണ്ണമായി നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ നല്ല സീസ്മിക് സോണിൽ നിൽക്കുന്ന ഒരു ഭൂകമ്പ ബാധിത പ്രദേശങ്ങളുടെ സോണുകൾ നിശ്ചയിച്ചതിൽ ഒരു സോണിൽ നിൽക്കുന്ന ഒരു ഡാം, മേസണറി ഡാം, അത് എർത്തൻ ഡാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലാതെ ചുണ്ണാമ്പ് സുർക്കയും കൊണ്ട് ചേർത്ത് വെച്ച് കെട്ടിയ ഒരു ഡാം മേഘവിസ്ഫോടനത്തിൻ്റെ പുതിയ കാലത്ത് എത്ര കാലം ഉറപ്പായി നിൽക്കുമെന്ന്
നിൽക്കുമെങ്കിൽ പോലും അത് പറയാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അനിശ്ചിതത്വം. അങ്ങനെ പറയാതിരിക്കുന്നിടത്തോളം കാലം, അങ്ങനെ നിശ്ചയിക്കാൻ പറ്റാത്തിടത്തോളം കാലം വലിയൊരു അനിശ്ചിതത്വവും പ്രശ്നവും പ്രതിസന്ധിയും മുല്ലപ്പെരിയാർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ശരിയായ യാഥാർത്ഥ്യം.